ജലസംരക്ഷണത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുകയാണ് കണ്ണൂർ പോലീസ് മൈതാനിയിലെ എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ ഭൂജല വകുപ്പിന്റെ സ്റ്റാൾ. ഭൂജല ലഭ്യത മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ജിയോ ഫിസിക്കൽ സർവേയുടെ പ്രവർത്തന മാതൃകയും ഇവിടെയുണ്ട്. വീടുകളിലെ കിണർ റീചാർജിംഗിന്റെയും റിംഗ് ഫൈബർ തടയണകളുടെയും പ്രവർത്തന മാതൃകയിലൂടെയാണ് ഭൂജല വകുപ്പ് ജലസംരക്ഷണം വിശദമാക്കുന്നത്. മഴയിലൂടെ വീടിന്റെ മുകളിൽ പതിക്കുന്ന വെള്ളത്തെ എങ്ങനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാം എന്നതിന്റെ മികച്ചതും ലളിതവുമായ വർക്കിംഗ് മോഡലാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. റിംഗ് ഫൈബർ തടയണകളിലൂടെയുള്ള ജലസംരക്ഷണവും ഭൂചലനത്തിന്റെ സാന്നിധ്യം മനസ്സിലാക്കാനുള്ള ജിയോ ഫിസിക്കൽ സർവേയുടെ പ്രവർത്തന മാതൃകയും സ്റ്റാളിലുണ്ട്. ആർട്ടിഫിഷ്യലായിട്ട് എങ്ങനെ കിണർ റീചാർജ് ചെയ്യാമെന്നുള്ള ഒരു മാതൃകയാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇത് വളരെ ലളിതമായിട്ട് ചെയ്യാൻ പറ്റുന്ന, ചെലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റീചാർജിങ് പദ്ധതിയാണ്. ഇത് റൂഫിലേക്കുള്ള വെള്ളം നമ്മളൊരു ടാങ്കിൽ കളക്ട് ചെയ്തിട്ട് ആ ടാങ്കിൽ ഫിൽറ്റർ വെച്ച് നേരെ കിണറ്റിലേക്ക് വെള്ളം കടത്തിവിടുകയാണ് ചെയ്യുന്നത്. ഈ കാണുന്നത് ഭൂമിയുടെ അടിയിലുള്ള വെള്ളത്തിൻ്റെ ഡെപ്ത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇതാണ് ഇൻസ്ട്രുമെൻറ്റ്, റെസിസ്റ്റിവിറ്റി മീറ്റർ എന്ന് പറയും. ഇതിൽ റെസിസ്റ്റിവിറ്റി മെഷർ ചെയ്യുന്നത് ഇവിടെ കാണുന്ന ലെയറിലേക്ക് വോൾട്ടേജ് പാസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം ഉണ്ടാകും. അതിന് കണക്കായിട്ട് ഒരു ഗ്രാഫ് പോലെ ഒരു കർവ് കിട്ടുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇതിൻ്റെ ഡെപ്ത് മനസ്സിലാക്കുന്നത്. എത്ര ഡെപ്തിൽ വെള്ളം ഉണ്ടാവും, എത്ര ഡെപ്ത് വരെ കുഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കിട്ടും എന്ന് മനസ്സിലാക്കാനാണ് ഈ ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യുന്നത്. പ്രദർശന വിപണന മേള നാളെ സമാപിക്കും. കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ.